വർക്കല സ്വസ്തിക് ജ്യോഷ്ടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയുടെ രാശി മാറ്റം. ശനി 29 വർഷത്തോളം ആണ് ശനിക്ക് ഒരു രാശിചക്രത്തിലെ പരിക്രമണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മേടരാശിയിൽ നിന്ന് തുടങ്ങി തിരിച്ച് ആ മേടരാശിയിൽ തന്നെ എത്താൻ 28-29 വർഷം വേണം. ആദിത്യൻ നിന്ന് പരമാവധി ദൂരത്തിലാണ് ശനിയുടെ സ്ഥാനവും. അങ്ങനെയുള്ള ഈ ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്ര ദിനം തൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള കുംഭരാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പകരുന്നു. ആ ശനി പകർച്ച ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണം നൽകുന്നതും എന്നാൽ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുകളോ ക്ലേശമോ നൽകാൻ സാധ്യത ഉള്ളതും ആകുന്നു. ആ ഘട്ടത്തിൽ ബുദ്ധിമുട്ട് ഏതൊക്കെ നക്ഷത്രത്തിനാണ്, ആ നക്ഷത്രക്കാർ എന്ത് പരിഹാരമാണ് ആ ദിവസം മുതൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തന്നെ ശനി പകർച്ചയുടെ ആ ദിവസം, ശനി മാറുന്ന ആ ദിവസം വിശേഷമായിട്ട് ശനി പ്രീതിക്ക് വേണ്ടിയിട്ട്, ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ട്, ശനിയുടെ ഗുണം നമുക്ക് അനുഭവത്തിൽ വരാനും ദോഷം മാറി നിൽക്കാനും വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? പ്രത്യേകിച്ചും ശാസ്താക്ഷേത്രങ്ങളിൽ കേരളത്തിലെ സമ്പ്രദായം അനുസരിച്ച് ശനിദോഷത്തിന് നമ്മൾ കൂടുതലായിട്ട് ശനിദോഷം മാറാൻ വേണ്ടി, ശനിയുടെ ദോഷ അനുഭവത്തിൽ കുറവായി മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ശാസ്താവിനെ, അതായത് അയ്യപ്പനെയാണ് കൂടുതലായിട്ടും ഭജിക്കുന്നത്. ആ ദിവസം 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച ദിവസം, അന്ന് നമ്മൾ ഏത് ദേവതയെ അല്ലെങ്കിൽ ശാസ്താവിനെ ഏത് രീതിയിൽ, എന്തൊക്കെ പൂജാവിധികളോടുകൂടി എന്തൊക്കെ രീതിയിലാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്, ശനിയുടെ തന്നെ നാളാണ്. അപ്പം ശനിയുടെ ഈ വർഷത്തെ മാറ്റം ശനിയുടെ തന്നെ നക്ഷത്ര ദിവസവും കൂടെയാണ്, ശനിയുടെ തന്നെ വാരത്തിലും കൂടെയാണ് ആ ശനിയുടെ മാറ്റം എന്ന് പറയുന്നത്. അപ്പം ആ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് പൂജാവിധിയാണ് ചെയ്യേണ്ടത്? ശനിയെ പറയുന്നത് മന്ദൻ എന്ന് പറയും. ശനിയുടെ മറ്റൊരു പേരാണ് മന്ദൻ. ശനി ആദിത്യൻ നിന്ന് വളരെ അകലത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ശനിക്ക് പറഞ്ഞിട്ടുള്ള കാരകത്വങ്ങളിൽ കൂടുതലും ദോഷപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ശനിയാണ് ഗ്രഹങ്ങളിൽ ഈശ്വരൻ. ആദിത്യനെ ഈശ്വരനായിട്ടോ വ്യാഴത്തിനെയോ ബുധനെയോ കുജനെയോ ഈശ്വരനായിട്ടോ ഒരിടത്തും പറയുന്നില്ല. ശനിയെ മാത്രമേ ശനീശ്വരൻ എന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശനി ദശ, ഏഴാണ്ട ശനി, കണ്ടകശനി എങ്ങനെയൊക്കെ ഉള്ളവർ ആദ്യം ശനിയെ മാനിക്കുക, ശനിയെ പേടിക്കരുത്. മറിച്ച് ശനിയെ മാനിക്കുക, ശനിയെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ തന്നെ ശനിയെ സാക്ഷി നിർത്തി അത് വളരെ ഉത്തമമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുക. വൃത്തിയായിട്ടുള്ള ജീവിതചര്യ, ശരീരശുദ്ധി, മനഃശുദ്ധി, ചിന്തയിലും ശുദ്ധി പരമാവധി ഉണ്ടാവുക. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ, ശുദ്ധിയും സത്യവും ഉണ്ടെങ്കിൽ തന്നെ ശനിദശയുടെയും ഏഴാണ്ട ശനിയും കണ്ടകശനിയും വളരെ കുറച്ച് മാത്രമേ നമ്മളെ ദോഷമായിട്ട് ബാധിക്കുകയുള്ളൂ. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ശുഭ്രമായ വസ്ത്രം ധരിക്കുക, ശുദ്ധമായ വസ്ത്രം ധരിക്കുക, അമിതമായിട്ട് മുടി വളർത്താതിരിക്കുക, പുരുഷന്മാർ നഖം വെട്ടുക, 2 നേരം കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രം മാത്രം ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാഥമികമായ ഘട്ടം. പിന്നെ മറ്റൊന്ന് മനഃശുദ്ധി വെച്ചാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, അന്യരെ ബുദ്ധിമുട്ടിക്കുന്ന, അന്യരെ ക്ലേശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, അതൊന്ന് മാറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പരമാവധി ഒഴിവാക്കുക. അവനവന്റെ കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. കള്ളത്തരം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ശനിദോഷം പരമാവധി കുറഞ്ഞിരിക്കും. എവിടെ അശുദ്ധിയുണ്ടോ, എവിടെ ദുഷ്ടത്തരമുണ്ടോ, എവിടെ കൗടില്യങ്ങളുണ്ടോ, അവിടെയാണ് ആദ്യം ശനി വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ശനിദോഷത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ്, നമ്മുടെ ജീവിതചര്യ എന്താണ് എന്നുള്ള വിഷയം ഒന്ന് ആദ്യം മനസ്സിലാക്കി അത് തിരുത്തിയിട്ട് മാത്രം ക്ഷേത്രത്തിലേക്ക് വഴിപാട് ചെയ്യാൻ വേണ്ടി പോവുക. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച, ശനിയുടെ മാറ്റ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ശനിദോഷമുള്ളവർ ചെയ്യേണ്ടത്? ശനിദോഷം ആർക്കൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഏഴാണ്ട ശനിയുടെ കാഠിന്യം അധികമായിട്ട് ഇനി വരാൻ പോകുന്നത് പൂരുരുട്ടാതി, മീനക്കൂറ്, ഉത്രട്ടാതി, രേവതി നാളുകാർ. അതുപോലെ ഏഴാണ്ടിന്റെ തുടക്കമാണ് അന്ന് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. അതുപോലെ അഷ്ടമ ശനി അനുഭവിക്കുന്നവരാണ് മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ 15 നാഴിക. ഇത്രയും നാളുകാർക്കാണ് കൂടുതലായിട്ട് ശനിയുടെ ദോഷം അനുഭവത്തിലുള്ളത്. ഇത്രയും നാളുകാർ എന്ത് ചെയ്യണം?
മാത്രമല്ല ഏഴാണ്ട് ശനി അനുഭവിക്കുന്ന വേറെയുണ്ട്, ചതയനാളുകാരുണ്ട്, അവിട്ടം കുംഭക്കൂറുണ്ട്. ഇവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ആ ദിവസം ശനിയാഴ്ച ദിവസം ശനിയുടെ മാറ്റമുള്ള ശനിയുടെ രാശി മാറ്റമുള്ള ആ ദിവസം ശാസ്താക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും ചെയ്യണം. ഒന്ന്, വെറുതെ ചെയ്താൽ പോരാ, തലേ ദിവസം ഒന്നും മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശുദ്ധവൃത്തിയോടുകൂടി അന്നേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ശാസ്താവിന് നെയ്യഭിഷേകം നടത്തുക. അത് മാത്രം പോരാ, കരിക്ക് അഭിഷേകം നടത്തുക. അത് മാത്രം പോരാ, ശുദ്ധമായ പാല് അഭിഷേകം നടത്തുക. അഷ്ടാഭിഷേകമായിട്ട് ചെയ്താലും വിശേഷമാണ്. അതിനൊത്തില്ലെങ്കിൽ ഈ 3 കാര്യമെങ്കിലും അഭിഷേകമായിട്ട് ചെയ്യുക. നെയ്യ്, പാല്, കരിക്ക്, ഇത് 3 അഭിഷേകം നടത്തി ആ അഭിഷേക തീർത്ഥം സേവിക്കണം. ശാസ്താവിന് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ചുള്ള അർച്ചന ചെയ്യണം. അതിനുശേഷം തലയ്ക്കൊഴിഞ്ഞ് തേങ്ങ എടുത്ത് നീലാഞ്ജനം കത്തിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ ചെലവഴിക്കണം. ക്ഷേത്രത്തിന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും നീലാഞ്ജനം കത്തിത്തീരുന്ന ആ പുക, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച് ആ അന്തരീക്ഷ ശുദ്ധിയുള്ള വായു താൻ തന്നെ ശ്വസിച്ച് ശനിദോഷം മാറണമെന്നുള്ള മാനസികമായ പ്രാർത്ഥനയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ശനിദോഷത്തിന്റെ ആ കാഠിന്യം വളരെ വളരെ കുറഞ്ഞിരിക്കും. അത് ആ പറഞ്ഞ കാര്യം അന്നേ ദിവസം മുതൽ നിങ്ങൾ തുടങ്ങുക. ആ ശനിയാഴ്ച മുതൽ തുടങ്ങുക. ശനിയുടെ മാറ്റമുള്ള ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിന് അഭിഷേകാദി കാര്യങ്ങൾ നടത്തി നീലാഞ്ജനം കൊണ്ട് അദ്ദേഹത്തിനെ പൂജിക്കുക. നീലാഞ്ജനം സമർപ്പിച്ച് ശനിദോഷം മാറണമെന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ ചെയ്യുന്ന പക്ഷം മനസ്സിന്റെ പ്രാർത്ഥന പോലെ മനസങ്കല്പ സിദ്ധിരസ്തു തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി എന്താണ് ശനിദോഷം ഇത്രയും നാളുകളെ ബാധിക്കുന്നതിന്റെ രീതി? ജന്മശനി അനുഭവിക്കാൻ പോകുന്നത് ഇനി പുരുട്ടാതിയുടെ അവസാന 15 നാഴികയും ഉത്രട്ടാതി രേവതിയും ഈ പറഞ്ഞുള്ള 2.25 നക്ഷത്രക്കാർക്ക് ശാരീരികമായിട്ട് വൈഷമ്യം ഉണ്ടാവും. കാലിനെ ബാധിക്കുന്ന രോഗം ഉണ്ടാവും. മാത്രമല്ല കർമ്മരംഗത്ത് മന്ദത ഉണ്ടാകും. സഹായിക്കേണ്ടവർ ഒന്ന് മാറി നിൽക്കും, കിട്ടേണ്ട സഹായം കിട്ടാതെ പോകും. പിന്നെ അശ്വതി ഭരണി കാർത്തികക്കാല് ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വ്യയം, അതിവ്യയം, അന്യരുടെ സഹായം മനഃപൂർവ്വം താൻ തന്നെ വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അബദ്ധങ്ങളിൽ ചാടും. ഗുരുജനങ്ങൾക്ക് ആപത്ത്. 12ലാണ് ശനി. ചിലവുണ്ടാവുമെന്ന് മാത്രമല്ല അപഖ്യാതിയും പ്രതീക്ഷിക്കണം. അതുപോലെ മഹം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ 15 നാഴിക ജനിച്ചവരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനി. വാക്കിന് ക്ലേശമുണ്ടാവും, വാക്കുകൊണ്ട് ദുരിതം ഉണ്ടാവും, കുടുംബത്തിനകത്ത് ഛിദ്രതയുണ്ടാവും, ധനം കൊണ്ട് ക്ലേശം ഉണ്ടാവും, കർമ്മരംഗത്തും ഉള്ള ഗുണങ്ങളിലൊന്ന് കുറവുണ്ടാവും. അപ്പൊ ഇത്രയും ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവർ ശനിയുടെ മാറ്റമുള്ള ശനി രാശി മാറുന്ന ദിവസം ശാസ്താവിന്റെ അമ്പലത്തിൽ ഇത്രയും കാര്യം ചെയ്യുക. മാത്രമല്ല രുദ്രനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും വിശേഷമാണ്. ഹനുമാനെ ആരാധിക്കുന്നതും വിശേഷമാണ്. ഗണപതിയെ സ്ഥിരമായിട്ട് തൊഴുന്നത് വിശേഷമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശനിദോഷം കുറയുന്നതിന് ഏറ്റവും വിശേഷം. ശനി മാറ്റമുള്ള ആ ദിവസം ശാസ്താവിന് അഭിഷേകാദി കാര്യം നടത്തി വലതു വെച്ച് തൊഴുത് നീലാഞ്ജനത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം നൽകുകയും ദോഷം മാറുന്നതിന് ഏറ്റവും ഉത്തമമായിരിക്കുകയും ചെയ്യും. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.